അപ്പോൾ കുറച്ച് ദിവസമായില്ല നമ്മൾ വീഡിയോ ഇട്ടത്. എങ്ങനെ വീഡിയോ ഇടും? സ്കൂളിൽ നിന്ന് ഒരു സ്കൂൾ ട്രിപ്പ് കൊണ്ടുപോയി. പാവം വരുമ്പോൾ രാത്രി ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, വേണ്ട മക്കളെ പോകണ്ട, ഇപ്പം തോന്നുന്നു വിട്ടാൽ മതിയായിരുന്നു. കാരണം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പാർക്കിൽ പോകാമെന്നും പറഞ്ഞു. ആ വാഗ്ദാനത്തിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങി പാർക്കിൽ 1 മണിയോട് കൂടി എത്തി. 1 മണിക്ക് എത്തിയതാ 5:45 പിന്നെ പാർക്കിൽ നിന്ന് വിടുന്നത്. പിള്ളേരെന്തോ ചിക്കൻ ബിരിയാണി കിട്ടിയ പോലെ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, ഇവിടെ കണ്ട ആൾക്കാർ അവിടെ കാണുന്നു, അവിടെ കണ്ട ആൾക്കാർ ഇവിടെ കാണുന്നു. ഒരുമാതിരി കുമ്പിടിയുടെ അവസ്ഥയായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇവരവിടെ കാണും, അവിടെ കണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഇവരിവിടെ കാണും. ഒരു വിധത്തിൽ ഞാൻ ഒരു ഊഞ്ഞാലും അങ്ങടിയിരുന്നു. അമ്മതേ അപ്പുറത്തെ ഏതോ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കുന്നുണ്ട്. ഇവരുടെ പിന്നാലെ ഓടിയിട്ട് കാര്യമെന്നറിയാം. ലാസ്റ്റ് പിന്നെ അമ്മയായി ഓട്ടം. അതുകൊണ്ട് ഞാൻ ഊഞ്ഞാലുമ്പോൾ കിടന്ന് റെസ്റ്റ് എടുത്തു. കളിച്ച് വയ്യണ്ട്, വല്ലതും കുടിക്കാൻ തായോ അമ്മയെന്നും പറഞ്ഞ് മാംഗോ ജ്യൂസ് കുടിച്ച് പോണ പോക്കാണിത്. ഇങ്ങേരത് തളർന്നൊടിഞ്ഞു. അമ്മ എൻ്റെ മാംഗോ ജ്യൂസ് എനിക്ക് താന്നും പറഞ്ഞിട്ട് ദാ വന്നിക്കണ്. ഇവൻ ആ വെള്ള ഷർട്ട് ഇട്ട് കൊടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഇത് എനിക്കുള്ള പണിയായിരിക്കും. ഇനി ഇത് നേരെ ഉപ്പിലിട്ട് പുഴുങ്ങിയെടുക്കണതായിരിക്കും നല്ല. ദേ അപ്പുറത്ത് 2 കണ്ണു ഊഞ്ഞാലാടുന്നു. എനിക്ക് തോന്നി ഈ ഊഞ്ഞാലാടുന്ന സാധനത്തിന്മേലാണ് ആ ചെളി കയറിയെന്ന് തോന്നുന്നുണ്ട്. ചെളി ഞാൻ ഇപ്പം കാണിച്ചു തരാം. ദേ അതിൻ്റെ മരത്തിൻ്റെ മുകളിൽ കാണിച്ചു തരുന്നതാണ് അണ്ണറക്കണ്ണനല്ലോ. അയ്യോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ഞങ്ങളുടെ വീടിൻ്റെ അവിടെ സ്ഥിരം കാണുന്ന സാധനമാണ്. ഇനി ദേ ഇവൻ്റെ പുറം ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എന്ത് ചെയ്യും? ഇവനടക്കട്ട് പൊഴുങ്ങിയിട്ടാലോ. ഞാൻ സംഭവം എൻ്റെ കൊച്ചിന് ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ്. കയറാണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇവന് ഇത്ര ധൈര്യവും. പിന്നീട് മനസ്സിലായത് അമ്മയെ ഓടി പോയി അമ്മേനിറക്കമ്മേ എന്ന് പറഞ്ഞ കരച്ചിലായിരുന്നു. വേഗം അതുകൊണ്ടത് അവനെ ഞാൻ പിടിച്ചിറക്കി. ഇതാ പോണു കുഞ്ഞിപ്പോഴും. ഇതെൻ്റെ കൊച്ചിനെയാണല്ലോ. ഏത് വഴി കൂടെയൊക്കെ ഇവർ വരണേന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഒരുത്തൻ അങ്ങോട്ടോടും ഒരുത്തൻ ഇങ്ങോട്ടോടും, ഒരുത്തൻ ഇങ്ങോട്ടോടുമ്പോൾ ഒരുത്തൻ അങ്ങോട്ടോടും. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പിന്നാലെ ഞാനോടും. ഇതൊക്കെ ഒരു രസമല്ലേ രാമ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർ വണ്ടക്കക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പിള്ളേർ മാത്രമേ കയറാൻ പാടുന്നുള്ളൂ. ഒരു വിധത്തിൽ ആ പോലീസുകാരുടെ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ആ ഊഞ്ഞലിൽ കിടന്നെങ്കിലും മാടിയത്. കാരണം 2 പോലീസുകാരുണ്ടായിരുന്നു ചെക്കിങ്ങിന്. കാരണം ലവേഴ്സിൻ്റെ ഒരു ഇതാണല്ലോ പാർക്ക്. നമ്മൾ തള്ളപ്പൊടികളായ കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കുശുമ്പ് പറയണം. കാരണം നമ്മളെ കൊണ്ടിന് പറ്റത്തില്ലല്ലോ. അങ്ങനെ ഈ ഊഞ്ഞാലും ഞാൻ ആടണം വിചാരിച്ചാണ്. പിന്നെ ഇതൊരുമാതിരി മറ്റേ ഏതോ ഒരു സിനിമയിലത്തെ ഒരാളുടെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ അടുത്ത ട്രിപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കോണി കയറാൻ കുറച്ച് ഇതായ കാരണമെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഇറങ്ങി കയറണത്. അതാവുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞുള്ള അത്രയും ലാഭം, അത്രയും സ്ഥലം ലാഭിക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്ത് ചെയ്യാനാ, എനിക്കിതിലൊക്കെ ഞെരങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് പിള്ളേരൊക്കെ ഞെരങ്ങുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ ഞെരങ്ങുകയാണെങ്കിൽ ആ പോലീസുകാർ എന്നെ പിടിച്ച് തൂക്കിയെടുത്ത് പുറത്തേക്ക് ഇടും. പാവം പിള്ളേർ കുറച്ച് നേരം കൂടി കളിച്ചോട്ടെ. ഇവർക്ക് പിന്നെ എത്ര പാർക്കിൽ കളിച്ചിട്ട് ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല. ദീ സാധനം എൻ്റെ ചെറുപ്പം മുതലേ ഉള്ളതാണ്ട് ദീ സാധനം. പക്ഷെ ഒരു വട്ടം ഞാനിതിൽ ആടിയിട്ടുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പം എന്തായാലും നമ്മൾ കളിച്ച പാർക്കിൽ നമ്മുടെ പിള്ളേർ കളിക്കുന്നു. വാട്ട് നെക്സ്റ്റ്. അന്ന് എനിക്ക് കളിക്കണം എന്നുണ്ടായിരുന്നു. എന്താ എൻ്റെ പിള്ളേർ കളിക്കുന്നു. നമ്മുടെ കാലത്ത് നമ്മളെ കൊണ്ടുപോകില്ലല്ലോ. അതുകൊണ്ട് ഇവരും പോണ്ട. ഈ ബാക്കിൽ കാണുന്ന കുട്ടീനെ ഞങ്ങൾക്കത് ഇവിടെ നിന്ന് കിട്ടിയതാണ്. കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അത് ഞാൻ പിന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നില്ല. അവർക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ലായിരിക്കും, അറിയത്തില്ലല്ലോ. കണ്ട, ഞങ്ങൾക്കത് സ്റ്റെപ്പ് മോഡ് കയറാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴി പോകുന്നത്. കൊച്ചിന് ഭയങ്കര പേടിയാണ്. ആദ്യം പാർക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചെറുപ്പത്തിലോടുമ്പോൾ ഇവന്മാർ കളിക്കില്ല. എന്ത് പിള്ളേരത് പാർക്കിൽ കളിക്കാത്ത പിള്ളേർ. പിന്നെ വലുതാവും തോറും പാർക്കേ എന്നുള്ളൊരു ശരണമില്ലേ. ലാസ്റ്റ് അമ്മ പറഞ്ഞു 3 പേരും കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്ന്. അവിടെ നിൽക്കണം. ഒരുത്ത അങ്ങോട്ടോടും ഒരുത്ത ഇങ്ങോട്ടോടും, ഒരുത്ത ഇങ്ങോട്ടോടും ഒരുത്ത അങ്ങോട്ടോടും. ഇവൻ ഓടിക്കുമ്പോൾ അവൻ പറഞ്ഞു എന്നെ സ്പീഡിലാട്ടണ്ട കേട്ടോ, എന്നെ സ്പീഡ് കുറച്ചാട്ടിയാൽ മതി. അപ്പതേ മറ്റും വിളിച്ചു, അമ്മമ്മേ എന്നാട്ട് എന്നെ നല്ല സ്പീഡിലാട്ടണം. ഞാൻ വിചാരിച്ചു അവൻ പറന്ന് അപ്പുറത്തെ മരത്തിന്മേൽ പോയിരിക്കുന്നു. അവൻ്റെ പറച്ചിൽ കേട്ടാൽ അവൻ അങ്ങനെയാണ് തോന്നുക. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ പറഞ്ഞു മതി, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇനി എനിക്ക് വല്ലതും കുടിക്കണം. അവരല്ല, ഞാനാണ് പറഞ്ഞത്. കാരണം അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ. ഉച്ചയ്ക്ക് വന്ന എഫക്റ്റാന്ന് തോന്നുന്നു. ഞങ്ങൾ പൊറോട്ട കഴിച്ചൊന്നും ഞങ്ങൾക്ക് ഏറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മതി, ഇനി ഇവർ കളിക്കേണ്ട, അതിപ്പോൾ തന്നെ തെറിച്ച് പോയാൽ ഒരുത്തൻ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി ഒരു ഷേക്കൊക്കെ കുടിച്ച്. എന്ത് ഷേക്കോ, ചോക്കോടൊക്കോ ഷേക്കോ, എന്തോ ഒരു ഷേക്ക്. ഇവന്മാരുടെ വലിയും കൂടിയും കണ്ടപ്പോൾ വിചാരിച്ചു ഇവന്മാർ ഇതൊക്കെ ഇപ്പെടുത്ത് കഴിക്കുന്നു. അവിടെ എൻ്റെയും ഞാൻ കഴിച്ചു. അതും പോരാണ്ട് ഇവരുടെയും ഞാൻ കഴിക്കേണ്ട വന്നു. ഒരുമാതിരി ഗർഭിണിയുള്ള പോലെ വയറ് വീർപ്പിച്ചാൽ ഞാൻ വീണ്ടും പോയി.